എന്നുള്ളത് ഞാൻ സി പി ജെ വിൻസിലേക്കാണ്. സി പി ജെ വിൻസെന്റ്, ഇറാൻ അവരുടെ പ്രധാനപ്പെട്ട 2 ടവറിംഗ് നേതാക്കളുടെ നഷ്ടത്തിൽ വിലാപത്തിലാണ്. മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംസ്കാര ചടങ്ങുകൾ കഴിയട്ടെ ആദ്യം എന്നാണ് പ്രതികരണം. അതാണ് ശരിയും. പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം ഈ കോൺസ്പിറസി തിയറികളുടെ ഫ്ലഡിംഗ് ആണ്. ഇസ്രയേലുമായുള്ള ഷാഡോ വാർ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോയ സാഹചര്യം അടക്കം നോക്കുമ്പോൾ അതൊരു അപകടമല്ല, അട്ടിമറി തന്നെയാണ് എന്ന സംശയത്തിന് എന്താണ് നിലവിൽ തെളിവൊന്നുമില്ലെങ്കിലും പ്രസക്തിയില്ലേ ശ്രീ പി ജെ വിൻസെന്റ്? നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ഒരു അട്ടിമറിയാണ് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ വെസ്റ്റ് ഏഷ്യയിൽ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം ഒരു അട്ടിമറി സാധ്യത നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനും സാധിക്കില്ല. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതിയാണ് സിറിയയിലെ കോൺസുലേറ്റ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തത്. 16 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 8 പേർ ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിയൻ കോർപ്സിൻ്റെ ഒരു വിഭാഗമാണ് ഖുദ്സ് ഫോഴ്സ്. അതിലെ സീനിയർ കമാൻഡർ അടക്കമുള്ള 8 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. അതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ കഴിഞ്ഞ ഏപ്രിൽ 13-ന് ഇസ്രായേലിനെ ആക്രമിച്ചത്. അത് ഒരു ഏറെക്കുറെ പ്രതീകാത്മകമായിരുന്നു ആ ആക്രമണമെങ്കിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. 1978-ൽ ഈജിപ്തും ഇസ്രായേലും തമ്മിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ടതിന് ശേഷം വെസ്റ്റ് ഏഷ്യയിലെ ഒരു രാജ്യവും ഏതെങ്കിലും ഒരു രാജ്യവുമായി ഇസ്രായേൽ നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. ഫലസ്തീൻ സംഘർഷം ഏറെക്കുറെ ഫലസ്തീനിയൻ പോരാളികളും ഇസ്രായേലും എന്ന നിലയ്ക്ക് പരിമിതപ്പെട്ടിരുന്നു. അത് പക്ഷേ മറ്റൊരു രാജ്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന തലങ്ങളിലേക്ക് വികസിച്ച ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് ആ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു യുക്തി പ്രദാനം ചെയ്യുന്നുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ഏപ്രിൽ 13-ന് 120 ബാലിസ്റ്റിക് മിസൈലും 30 ക്രൂയിസ് മിസൈലുകളും 170ഓളം ഡ്രോണുകളുമാണ് അവരയച്ചത്. അപ്പം അതിൽ 99% തകർത്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ജോർദനും ചേർന്നിട്ടാണ് ഭൂരിഭാഗം മിസൈലുകളും തകർത്തത്. അപ്പോൾ ഒരു കോമ്പിനേഷൻ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഇറാനും അതിൻ്റെ പ്രോക്സികളും അതേസമയം ഇസ്രായേലും യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള സഖ്യശക്തികളും സൈനികമായി മുഖാമുഖം നിൽക്കുന്നു എന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യം ഒരുപക്ഷെ നമുക്ക് ഗൂഢാലോചന സിദ്ധാന്തവുമായി ബന്ധിപ്പിക്കാമെങ്കിലും നിലവിലുള്ള തെളിവുകൾ വെച്ച് അത് മോശം കാലാവസ്ഥ മൂലം സംഭവിച്ചതാണ് എന്ന് തന്നെ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അല്ല സാർ, ഇവിടെ ഇസ്രായേൽ അങ്ങനെ ചെയ്യാത്തവരല്ല. അവർ പല നേതാക്കളെ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ എന്താണ് അവരുടെ മൊസാദ് ക്ലിനിക്കൽ പ്രിസിഷൻ, ഇപ്പോൾ ഹമാസ് അവരുടെ രാജ്യത്തെ കടന്നു കയറുന്നൊന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടിയും ഇത്തരം ഓപ്പറേഷനുകൾ അവർ അഗ്രഗണ്യരാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വകവരുത്തിക്കൊണ്ട് ഒരു അൺഇക്വിവോക്കൽ എന്താണ് ഒരു ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതുണ്ടാക്കുന്ന റിപ്പർക്കഷൻ വളരെ വലുതാണെന്ന് അറിയാത്ത രാജ്യമല്ലല്ലോ ഇസ്രായേലും അമേരിക്കയും. അപ്പം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ ഒരു കടന്ന കൈയിലേക്ക് പോകും എന്ന് കരുതാമോ ശ്രീ പി ജെ വിൻസെന്റ്? അല്ല, അങ്ങനെ കരുതുന്നതിന് തെറ്റില്ല. താങ്കൾ സൂചിപ്പിച്ച പോലെ അത് കടന്ന കൈയൊന്നുമല്ല. അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. 2020 ജനുവരി 3-ന് ഖാസിം സുലൈമാനിയെ ബാഗ്ദാദ് എയർപോർട്ടിന് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയത് അമേരിക്കയാണ്. അന്ന് അലി ഖമൈനി കഴിഞ്ഞാൽ ഇറാനിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ തലവനും ഖുദ്സ് ഫോഴ്സിൻ്റെ സീനിയർ കമാൻഡറുമായിട്ടുള്ള ഖാസിം സുലൈമാനി. അടുത്ത വർഷം, അതേ വർഷം തന്നെ ഡിസംബർ മാസത്തിൽ അവരുടെ സീനിയർ ആണവ ശാസ്ത്രജ്ഞനും ആണവ പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കുന്ന ഫക്രിസാദയെ കൊലപ്പെടുത്തി. അത് മൊസാദാണ് നേരിട്ട് ചെയ്തത്. ആദ്യമായി AI നിയന്ത്രിത ഗൺ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയത്. 2003 ഡിസംബർ ആകുമ്പോഴേക്കും വീണ്ടും അവരുടെ ഈ ഖുദ്സ് ഫോഴ്സിൻ്റെ സീനിയർ കമാൻഡറെ കൊലപ്പെടുത്തി. അപ്പം ഇസ്രായേലും അമേരിക്കയും ഇതുപോലെയുള്ള നിയന്ത്രിതമായ കൊലപാതകങ്ങൾ നിരന്തരമായി നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തുക എന്നുള്ളത് അസംഭാവ്യമായ കാര്യമല്ല. അവരങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നിലവിലുള്ള വിവരം പ്രകാരം, കാരണം അതിൽ ഒത്തിരി സംശയങ്ങൾ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മോശം കാലാവസ്ഥ എന്തുകൊണ്ട് ഗേജ് ചെയ്യാൻ സാധിച്ചില്ല? പ്രസിഡന്റിനെ പോലെ ഒരു VVIPയുടെ യാത്രയിൽ ഈ കാലാവസ്ഥയുടെ പ്രത്യേകത എന്തുകൊണ്ട് പരിഗണിച്ചില്ല? 3 ഹെലികോപ്റ്ററുകൾ ഒരു കൺവേ പോകുമ്പോൾ 2 ഹെലികോപ്റ്ററുകൾ തിരിച്ചെത്തുകയും 1 ഹെലികോപ്റ്റർ മാത്രം തകർന്ന്
വീഴുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും അത് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തി അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നേതാവാണ് കൊല ചെയ്യപ്പെട്ടത്. അത് പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റിന് വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷേ ഈ ഇബ്രാഹിം റൈസിയെ സംബന്ധിച്ചിടത്തോളം അലി ഖമേനിക്ക് ശേഷം 89 മുതൽ അദ്ദേഹം പരമോന്നത നേതാവാണ്. അലി ഖമേനിയുടെ കാലം ഏറെക്കുറെ കഴിയാറുമായിരിക്കുന്നു. അദ്ദേഹത്തിന് ശേഷം ഇറാൻ്റെ പരമോന്നത നേതാവ്, സുപ്രീം ലീഡർ ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആവാൻ സാധ്യത കൽപ്പിക്കപ്പെട്ട നേതാക്കളിൽ പ്രഥമ ഗണനീയനായിരുന്നു ഇബ്രാഹിം റൈസി. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരേ സമയം അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, ഡെപ്യൂട്ടി ചീഫ് ജസ്റ്റിസായി 10 വർഷമുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്. അതുപോലെ ഹാർഡ് ലൈൻ നിലപാടെടുക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ വിദേശ നയത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പലവട്ടം കണ്ടതാണ്. ആ രീതിയിലുള്ള ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഒരു പക്ഷേ ഇന്ന് അദ്ദേഹം പ്രസിഡന്റ് ആണെങ്കിലും ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞാൽ ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാവായിരുന്ന ആളാണ്. മാത്രവുമല്ല പശ്ചിമേഷ്യയിൽ ഷിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച ഈ ഇറാൻ്റെ അലൈസ് ആൻഡ് പ്രോക്സിസ്, അത് ലബനൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹിസ്ബുള്ള, പിന്നെ ഹൂത്തികൾ, അതുപോലെ ഇറാഖിൽ പ്രവർത്തിക്കുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ്, ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഫോഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ പ്രോക്സികളെ ആയുധമണിയിക്കുകയും ട്രെയിൻ ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് സവിശേഷമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതോടൊപ്പം ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം അദ്ദേഹത്തിൻ്റെ കമാൻഡിൽ സമീപകാലത്ത് ശക്തിപ്പെടുകയും ചെയ്തു. ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി, ഇസ്രായേൽ ഒഴികെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളുമായും ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഫോറിൻ പോളിസി എന്ന് പ്രഖ്യാപിച്ചയാളാണ് റൈസി. അതേസമയം അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള നയതന്ത്രജ്ഞൻ കൂടിയാണ്. കാരണം ഈ മേഖലയിലെ വൻശക്തി രാഷ്ട്രങ്ങളായ ഇന്ത്യയുമായും ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും തന്ത്രപരമായി സഹകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തു. 2002 ആരംഭം കുറിച്ച ചബഹാർ പദ്ധതി 2024 യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ റൈസിയുടെ വലിയ പങ്കുണ്ട്. വിശദമായി എത്താൻ തോന്നുന്നു. കാര്യം ഇന്ത്യയുമായി അത്ര അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല നമ്മൾ നാളെ ദേശീയ മോർണിംഗിലാണ്, ദേശീയ ദുഃഖാചരണമാണ്, നമ്മുടെ ദേശീയ പതാക അടക്കം താഴ്ത്തി കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യത്തോടുള്ള, ആ രാജ്യത്തലവനോടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം ഞാൻ എത്താം. CP ജീവൻ.